തിരൂർ സൻഹ ഫാഷനിൽ കിടിലൻ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ. വിസിറ്റ് ടുഡേ സൻഹ ഫാഷൻ തിരൂർ. നമസ്കാരം, പെട്ടെന്ന് സോൺടമിലേക്ക് സ്വാഗതം. കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ. താനൂർ മൂച്ചിക്കൽ അറബിത്തങ്ങൾ മഖാം നേർച്ച വെള്ളി, ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് സമൂഹ സിയാറത്തിന് സമസ്ത കേന്ദ്ര മുശാവറ അംഗം അബ്ദുള്ള മുസ്ലിയാർ താനാളൂർ നേതൃത്വം നൽകും. ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യം പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല. അറബിത്തങ്ങൾ മഖാം നേർച്ച വെള്ളിയാഴ്ച തുടങ്ങും. സയ്യിദ് അലി ബാക്കഫി തങ്ങൾ കൊയിലാണ്ടി കൊടി ഉയർത്തും. 25-ന് വൈകുന്നേരം 7-ന് ഷാദുലി മജ്ലിസിന് അബ്ദുൽ സലാം ബാക്കവി നേതൃത്വം നൽകും. 26-ന് വൈകുന്നേരം 6-ന് നടക്കുന്ന സൗഹൃദ സംഗമം മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്യും. സയ്യിദ് സൈനുലാബിദ്ദീൻ ജിലാനി അധ്യക്ഷനാകും. താനൂർ നഗരസഭാ ചെയർമാൻ റഷീദ് മൊയ്യ, നന്നമ്പ്ര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NV മൂസക്കുട്ടി, ഹജ്ജ് കമ്മിറ്റി അംഗം അഷ്കർ കോറാട് തുടങ്ങിയവർ പങ്കെടുക്കും. കേരളത്തിലെ പ്രമുഖ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, ജനപ്രതിനിധികൾ എന്നിവരുടെ നേതൃത്വത്തിൽ വ്യത്യസ്തങ്ങളായ പരിപാടി ഈ വർഷത്തെ നേർച്ചയോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന സമൂഹ സിയാറത്തിന് സമസ്ത കേന്ദ്ര മുശാവറ അംഗം ബഹുമാനപ്പെട്ട ഷെയ്ഖുന അബ്ദു മുസ്ലിയാർ താനാളൂർ നേതൃത്വം നൽകും. വഹാബ് സക്കാഫി മമ്പാട് മുഖ്യപ്രഭാഷണം നടത്തും. റിഫായി റാത്തീബിന് കോയ കാപ്പാട് നേതൃത്വം നൽകും. സമാപന ദിനമായ 27-ന് വൈകുന്നേരം നടക്കുന്ന ആത്മീയ സമ്മേളനം പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. സയ്യിദ് ഹബനുൽ അഹ്ദൽ തങ്ങൾ അധ്യക്ഷനാകും. സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ അനുഗ്രഹ പ്രഭാഷണം നടത്തും. പകര മുഹമ്മദ് അഫ്സനി, അബ്ദുസ്സമദ് സക്കാഫി എന്നിവർ പ്രസംഗിക്കും. സമാപന പ്രാർത്ഥനയ്ക്ക് സയ്യിദ് സൈനുദ്ദീൻ ബുഖാരി കുരിക്കുഴി നേതൃത്വം നൽകും. സ്വാലിഹ് കണ്ണൂർ ആൻഡ് പാർട്ടിയുടെ മദ്ഹരാവി നടക്കും. അവസാന 2 ദിവസങ്ങളിലായി നേർച്ചയുടെ പ്രധാന ചടങ്ങായ കഞ്ഞി വിതരണം രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ നടക്കും. വാർത്താസമ്മേളനത്തിൽ സയ്യിദ് സൈനുലാബിദ്ദീൻ ജിലാനി, യൂനുസ് സക്കാഫി നന്നമ്പ്ര, മാനുപ്പ ഹാജി പനങ്ങാട്ടൂർ, സൈദലവി ചെറിയേരി തുടങ്ങിയവർ പങ്കെടുത്തു. വെട്ടം ന്യൂസ്, താനൂർ.